ആസ്വദിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട് മൊത്തം കാണുക, അതിനുശേഷം മറ്റുള്ളവരത്തോട്ട് പോകുക. ഉണ്ട്. അവിടെ അല്ല, അവിടെ മുകളിൽ ഞാൻ മുമ്പ് വീഡിയോ എടുത്തപ്പോൾ അമ്മച്ചി വെളിയിലോട്ട് പോയതായിരുന്നു. ഇപ്പോൾ വന്നിട്ടുണ്ട്. അമ്മച്ചി ഇന്നലെ വന്നപ്പോൾ തൊട്ട് നമ്മളെ ഭയങ്കരമായിട്ട് സഹായിക്കുകയാണ്. ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ. കുഞ്ഞിനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുകയോ ഒക്കെ ചെയ്ത് അല്ലേ? ഞാൻ പോയിട്ട് വരാവേ. ഞാൻ ഇത് ഗുഹ കണ്ടിട്ട് വന്നിട്ടേ ഉച്ചയാകുമ്പം വരും. അമ്മച്ചി ഇവിടെ കാണുമല്ലോ. വൈകുന്നേരം ആകും ഞാൻ വരുമ്പോൾ. ചിലപ്പോഴാണ് ഇന്നും ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും. കാരണം അത്രയും ദൂരം ചവിട്ടി പോകാൻ പറ്റുമെന്ന് അറിയില്ല. പോയി കണ്ടിട്ട് വരട്ടെ കേട്ടോ. എവിടെ? അത് ശരി. നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. സമയം 6:50. ഉദയം സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പടിഞ്ഞാറേത്തറയിൽ നിന്ന് പതിയെ മാനന്തവാടി റൂട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ചരിത്രപ്രസിദ്ധമായ എടയ്ക്കൽ ഗുഹയൊക്കെ കാണുക എന്നുള്ളതാണ്. ഏകദേശം 39 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അപ്പോൾ ഉച്ചയാകുമ്പോഴത്തേനും അവിടെ എത്താമെന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. കാരണം കൂടുതൽ ഇറക്കങ്ങളാണ് അങ്ങോട്ട്. അപ്പോൾ എടയ്ക്കൽ ഗുഹയും നമ്മുടെ ജൈനമത ടെമ്പിളൊക്കെ അടുത്തടുത്താണ് കാണുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. അപ്പോഴത്തെ സൂര്യൻ ഉദിക്കുന്ന ഒരു സീൻ കണ്ട് ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ആ സീൻ കാണാൻ വേണ്ടി ഈ മലയുടെ മേളിൽ നിന്നാണ്. ഇനി അങ്ങോട്ട് ഇറക്കമാണ്. അപ്പോൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ബാണാസുര സാഗറിൽ കണ്ടിട്ട് പടിഞ്ഞാറേത്തറ ബസ് സ്റ്റാൻഡിലാണ് കാണുന്നത്. അപ്പോൾ ഇവിടുത്തുകാർക്കൊക്കെ നമ്മളെ നല്ല പരിചയമുണ്ട്. അതുകൊണ്ട് ഒരുപാട് നല്ല സഹകരണമാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. ഇപ്പോൾ രാവിലെ കുഞ്ഞിനെ കണ്ടില്ലെന്ന് പറയല്ലോ. കുഞ്ഞിയെ ഇങ്ങോട്ടൊന്ന് നോക്കി. ആശാത്തി നല്ല സുഖമായിട്ട് കിടപ്പുണ്ട്. തണുപ്പായതുകൊണ്ട് നല്ലൊരു ഉറക്കത്തിലായിരുന്നു. ഇപ്പം ഞാൻ വിളിച്ചപ്പോൾ എഴുന്നേറ്റാണ്. താഴെ കോടമഞ്ഞൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ കോടമഞ്ഞ്. സൂര്യൻ ഉദിച്ചു വരാനുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പതിയെ മുമ്പോട്ട് പോകാം. ഇടുക്കി മാത്രമല്ല മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ. വയനാട്ടിലും മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ പറ്റും. ഇതുണ്ടോ? താഴ്വാരം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. അടിപൊളി കാഴ്ച. പക്ഷേ നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോകാൻ ഒരു മാർഗ്ഗമില്ല. തിരിച്ച് നല്ലതായിട്ട് തള്ളേണ്ടി വരും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ യാത്ര തുടരാം. അപ്പോൾ വയനാടിൻ്റെ മണ്ണിലെ കൃഷിഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നത്. കരിമ്പും വാഴയും തെങ്ങും ഒക്കെയുള്ള അടിപൊളി കൃഷി സ്ഥലങ്ങളാണ് കാണുന്നത്. ആന വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. ഇതുണ്ടോ? കാരണം അവിടെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ടൊക്കെ കേട്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ മുഴുവൻ എണ്ണപ്പനത്തോട്ടങ്ങളാണ്. ആ വാഴത്തോട്ടത്തിൻ്റെ അപ്പുറത്ത് എണ്ണപ്പനത്തോട്ടങ്ങളാണ്. എണ്ണപ്പനത്തോട്ടം ഉണ്ടോ? അവിടെ ആന എത്തിയിരിക്കും. മറ്റൊന്നുമല്ല, അത് ചവിട്ടിപ്പറിച്ച് തിന്നാനുള്ള നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് അവർ എണ്ണപ്പനത്തോട്ടം മുഴുവൻ ചവിട്ടി ഒടിച്ച് ഇടുന്നത് കാണാം. ആ മലയുടെ മുകളിലൊക്കെ പടക്കം പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന ഏരിയ ആയിരിക്കണം. അപ്പോഴത്തെ ഇതാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു ഘടന. ആ മല
ആ മലയുടെ താഴെയൊക്കെ വീടുകൾ കാണാം. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഞാനും കുഞ്ഞിയും ഇങ്ങനെ യാത്ര ചെയ്ത് ഈ ഏരിയയിലോട്ടുകൂടെ വന്നതാണ്. ഇങ്ങനെ നല്ല മലകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ദേ ഇവിടെയൊക്കെ ഉഴുതിട്ടിട്ടുണ്ട്. അടുത്ത കൃഷിക്കുള്ള പരിപാടിയാണ്. കണ്ടല്ലോ, അത് കരിമ്പാന്ന് തോന്നുന്നു. ഇത് കണ്ട് ഇവിടെ കരിമ്പൊക്കെ കെട്ടി വെച്ചിരിക്കുന്നത് കരിമ്പാന്ന് തോന്നുന്നു. അല്ലാതെ ഞാൻ കടിച്ചു നോക്കിയില്ല. പുല്ലാണോ കരിമ്പാണോ എന്നാണെന്നൊന്നും അറിയില്ല. ഈറ്റിയല്ലേ ഇതൊക്കെയാൽ. അവർ വെട്ടി വെച്ചിട്ട് പോയിരിക്കുകയാണ്. ഇവിടെ സഞ്ചിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ വെട്ടി വെച്ചിട്ട് പോയിരിക്കുന്നതാണ്. അവിടെ നിന്ന് ചുമന്ന് കയറ്റിക്കൊണ്ട് വന്നതാണ്. അതുകൊണ്ട് ആ പ്രദേശത്തു നിന്നായിരിക്കും വെട്ടിയിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാക്കവയൽ വരെ എത്തിയിട്ടുണ്ട്. കാക്കവയലിലെ അതിമനോഹരമായ കൃഷിസ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നെല്ല് പാടങ്ങളൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ സമയമാണ്. അതിനപ്പുറം മലനിരകൾ, അതിലെല്ലാം കൃഷിയുണ്ട്. റബ്ബർ തോട്ടമൊക്കെയാണ്. നല്ല രസമുള്ള കാഴ്ചകളാണ്. വേനൽക്കാലമായതുകൊണ്ട് ഉണങ്ങിക്കിടക്കുന്ന പാടശേഖരമൊക്കെ കാണാൻ പറ്റും. എന്നാലും പച്ചപ്പുണ്ട് കേട്ടോ, നല്ല രീതിയിൽ പച്ചപ്പുണ്ട്. അപ്പോൾ ഇതുവഴിയൊക്കെ വഴികളൊക്കെ താഴോട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ വയനാട്ടിൽ കാണുന്ന ജൈനക്ഷേത്രം. അപ്പോൾ വയനാട്ടിൻ്റെ കാഴ്ചകളിലേക്ക് വന്നതാണ്. അപ്പോൾ 4 ദിവസമായി നമ്മൾ വയനാട്ടിൽ കയറിയിട്ട്. അപ്പോൾ ജൈനക്ഷേത്രത്തിൻ്റെ പടിയാണ് ഈ കാണുന്നത്. ഇതാ ഇപ്പോൾ കൽത്തൂണുകളൊക്കെ നമുക്ക് കാണാം. നമ്മൾ തമിഴ്നാട്ടിൽ കണ്ട ആ ക്ഷേത്രത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ക്ഷേത്രമല്ല ഇത് അതിലും ചെറിയ ക്ഷേത്രമാണ്. പക്ഷേ തമിഴ്നാട്ടിൽ അത് നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെയൊന്നും അങ്ങനെ ഒരു സംരക്ഷണം കണ്ടില്ല. ഇതാണ് സൂര്യൻ്റെ കിരണങ്ങൾ ഏൽക്കുന്ന ആ ഒരു ഭാഗം. വെള്ളം ഒഴുകി പോകാനുള്ള കൽപ്പാത്തികളൊക്കെ നമുക്ക് കാണാം. ഇത് പാലക്കാട് കൽപ്പാത്തിയല്ല, കല്ലുകൊണ്ടുണ്ടാക്കിയ പാത്തികളാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇങ്ങോട്ട് എത്തിയോ? 2 പരിപാടി ഇവിടെ പഞ്ചായത്ത്. അപ്പോഴത്തെ ഇതാണ് ആ ജൈനക്ഷേത്രം. ജൈനക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് ഞാൻ പ്രതീക്ഷിച്ചത്. ഗണപതി നീക്കത്തുണ്ട്. ഹിന്ദുക്കൾ ക്ഷേത്രം നടത്തിയതിന് ശേഷം പൂജ ഹിന്ദുക്കളുടെ ജൈനർ പൂജ നടത്തിയ ശേഷം ഹിന്ദുക്കൾ പൂജ നടത്തിയിട്ടുണ്ട്. അതിൻ്റെയാണ് കൊടുത്തത്. പിന്നെ ആ ഇരിക്കുന്ന ശരിക്കും ശ്രീകോവിൽ ക്ഷേത്രത്തിന് എല്ലാത്തിനും ശ്രീകോവിൽ ഉണ്ടാവും. അവർ കന്നഡ വേറെന്ത് പേരെന്ന് അറിയില്ല കേട്ടോ. അന്തരാളം, ശ്രീകോവിലിന് അന്തരാളം. ഇത് 4 തൂണോടുകൂടി മഹാമണ്ഡപം, 6 തൂണോടുകൂടി മുഖമണ്ഡപം, സോപാനം. ഇങ്ങനെയാണ് തിരിച്ചേക്കുന്നത്. ഈ സോപാനം ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മാത്രമല്ല. ശ്രീകോവിൽ ഇങ്ങനെ ചുറ്റാണോ ചതുരമാണോ? ചതുരം. നമ്മൾ ഗുരുവായൂര് ചുറ്റമ്പലം അത് ഓരോ ക്ഷേത്രത്തിന്റെ. പക്ഷെ അത് എങ്ങനെ കൊടുക്കണം? മുന്നോട്ട് ശ്രീകോവിലിന് കൊടുത്തതിന് ശേഷം മാത്രം സൈഡിലോട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നത്. അതാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വരുന്നത്. പിന്നെ അപ്പോഴത്തെ ഇതാണ് സുൽത്താൻ ബാറ്ററി എന്ന് അറിയപ്പെട്ടിരുന്ന സുൽത്താൻ ബത്തേരിയിലെ ജൈനമത ക്ഷേത്രം. അപ്പം ഏകദേശം 1200 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. 1200 ആണ്ടിലാണ് ഇത് പണിതത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കർണാടകത്തിൽ നിന്നുള്ള ജൈനന്മാർ വന്ന് നിർമ്മിച്ച ഒരു ക്ഷേത്രമായിട്ടാണ് കരുതുന്നത്. ഇത് വിവസ്ത്രരായ ജൈനന്മാരുടെ ഒരു ക്ഷേത്രമാണ്. അവരാണ് ഈ രീതിയിൽ ഉപവിഷ്ടരാകുന്നത്. അപ്പോൾ ഇതാണ് ക്ഷേത്രത്തിൻ്റെ കവാടം. ഇത് പടിപ്പുരയാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള പ്രവേശനം ഇവിടെയാണ് കാണുന്നത്. ഇവിടെ നമുക്കൊരു ജൈനൻ്റെ ഒരു പ്രതിമ കാണാം. അതിൽ വലത്ത് കാല് മുകളിലുമായിട്ടാണ് ഇരിക്കുന്ന ഒരു
ഭാഗം കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ ഒരുപാട് വ്യത്യസ്തതയുണ്ട്. ഇതുണ്ടോ, ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികൾ. അന്നത്തെ കാലത്ത് കാഠിന്യമുള്ള കല്ലുകൾ ഉപയോഗിച്ചാണ് ഈ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ പുതുക്കി പണിയുകയുണ്ടായി, അഴിച്ചു പണിതാണ്. സുർക്കി മിശ്രിതം പോലുള്ള എന്തോ ഒരു ഇത് ഉപയോഗിച്ചാണ് ഇത് ജോയിൻ ചെയ്തിരിക്കുന്നത്. വർഷത്തിൽ ഒരു ദിവസം ഈ നട തുറന്ന് പൂജകൾ നടത്താറുണ്ട്. ഇതിനുള്ളിൽ 4 തൂണുകളാണ് ഉള്ളത്. അതിൻ്റെ നടുവിലൂടെ പ്രകാശം ഉള്ളിലേക്ക് വരാനുള്ള ചില ഹോളുകളൊക്കെ കാണാം. ഇതിനോട് ചേർന്നുള്ള സോപാന മണ്ഡപമാണിത്. ഇതൊക്കെ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് തകർക്കപ്പെട്ടതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൂടെ അടിയിലൂടെ ഒരു തുരങ്കം അന്നത്തെ കാലത്ത് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് നിർമ്മിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ നേരെ പോവുകയാണ്. ഇത് നമുക്ക് അടുത്ത പ്രദേശത്ത് എത്തേണ്ടതാണ്. ഇനി ഒരു 18 കിലോമീറ്റർ കൂടെ നമ്മൾ സൈക്കിൾ ചവിട്ടാറുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇന്നത്തെ സ്റ്റേ ആകാം. ഇതാണ് ഇവിടുത്തെ കിണർ. കരിങ്കല്ല് തന്നെയാണ് കേട്ടോ. കരിങ്കല്ല് അടുക്കി താഴോട്ട് പോയിരിക്കുന്ന ഒരു കിണറാണ്. വലിയ പാളിക്കല്ലുകൾ തന്നെ. അതിപ്പോൾ താൽക്കാലികമായിട്ട് അതിന് മൂടിയൊക്കെ വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ജൈനക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിൽ നിന്നും നമ്മൾ മടങ്ങുകയാണ്. ഇത് മുഴുവൻ കൃഷി ഏരിയയാണ്. ഇവിടെ പശുകൃഷിയാണ് കൂടുതലും. അതിനുള്ള പുല്ല് വളർത്തുന്ന സ്ഥലമാണിത്. CO2 പുല്ലാണ്. CO2 CO3 ഒക്കെ വളർത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ചെയ്യാനുള്ളത്. ഇന്നലെ രാത്രി ഇവിടെ വന്ന് ഞാൻ അനുവാദം ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വെളിയിൽ കിടക്കാനാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ അവർ അതിനൊന്നും അനുവദിച്ചില്ല. അവിടെ ഒരു ചെറിയ റൂമുണ്ടായിരുന്നു. ആ റൂമൊക്കെ തുറന്നു തന്ന് സേഫായിട്ട് നമ്മൾ കിടന്നുറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഇവിടുത്തെ മാനേജർ ഇവിടുന്ന് പോയത്. അപ്പോൾ അവർ മുതലാളീനെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ മുതലാളി പറഞ്ഞു ഒരു കുറവും പുള്ളിക്ക് വരുത്തല് എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പലവയൽ പെട്രോൾ പമ്പിലാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ എടക്കൽ കേവ് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ആണുള്ളത് എടക്കൽ കേവിലേക്ക്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. സമയം 7:45 ആയതേ ഉള്ളൂ. 9 മണി മുതലാണ് അവിടെ എടക്കൽ കേവിൻ്റെ എൻട്രൻസ് തുറക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ ഭായിമാരൊക്കെ ഉണ്ട് കേട്ടോ. അവരൊക്കെ രാവിലെ ഡ്യൂട്ടിയിലാണ്. അപ്പോൾ ഭായിമാരോടും ഇവിടെ പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയാണെങ്കിൽ ഭയങ്കര കാര്യമായിരുന്നു. കുഞ്ഞിനെ കൊണ്ടു നടക്കുകയായിരുന്നു കുഞ്ഞിനെ. അല്ലേ ബൈ. അപ്പോഴത്തെ
ഭായിമാരും ഇവിടുത്തെ സ്റ്റാഫ് ചേച്ചിയൊക്കെ ഇവിടെയുണ്ട്. അപ്പോഴത്തെ ഇവിടെ ഈ ഓഫീസിൻ്റെ ബാക്കിലുള്ള റൂമിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. അമ്മ എന്തിയേ ഇല്ലേ? ഇതിലേ പോയി. അമ്മച്ചി പോയോ? കാണുന്നില്ലല്ലോ. ആള് സ്ഥലം വിട്ടോ? അപ്പോഴത്തെ ഇത് ഭായിമാരൊക്കെ കിടന്നുറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ മറ്റു വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചീനെ കാണുന്നില്ലല്ലോ. ചേച്ചി അമ്മച്ചി പോയോ? അയ്യോ അമ്മച്ചി പോയെന്ന് തോന്നുന്നു. അമ്മച്ചി പോയോ? അമ്മ പോയോ? ആണോ? അയ്യോ അമ്മ പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാലും അവിടെ പോയിട്ട് തിരിച്ച് ഈ വഴി തന്നെ വേണം വരാൻ. അപ്പോൾ അമ്മയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ഞാൻ എടയ്ക്കൽ കേവ് കാണാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ ഇത് ഈ ഓഫീസ് റൂമിൻ്റെ ബാക്കിലൊരു റൂമുണ്ട്. അവിടെ കിടന്നാണ് ഉറങ്ങിയത്. അപ്പോഴത്തെ കുഞ്ഞി രാവിലെ റെഡിയാണ്. അവൾ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നു. ബിസ്ക്കറ്റ് വേണോ ഡി? ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് വെച്ച് തരട്ടെ? ആ അപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് രാവിലെ കൊടുത്തിട്ട് തിന്നില്ല. ഇനിയിപ്പം കുറച്ച് ബിസ്ക്കറ്റ് കൂടെ കൊടുക്കണം. അപ്പോൾ അവളത് കഴിച്ച് ഞങ്ങൾ അങ്ങ് എത്തുമ്പോഴത്തേനും അവൾ സെറ്റായിക്കോളും. അല്ലേടി? അല്ലേ? ശരിയാണോ? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. അവളെയൊക്കെ ഇന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അവൾ കുറച്ച് സമയമായിട്ട് കുരയ്ക്കുന്നുണ്ട്. താഴെ കൂടെ പന്നിയോ പട്ടിയോ ഏതാണ്ടൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം നല്ല ഹൈറ്റിലുള്ള സ്ഥലമാണ്. അത് തന്നെ കാര്യം. ഇതിൻ്റെ അടിയിൽ കൂടെ പട്ടി നടപ്പുണ്ട്. എടി പട്ടിയടി താഴെയാണ്. അതിൻ്റെ മണം കിട്ടിയതിന് അവൾ കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരി പോവാം.